പ്രൈസ് ബെയറിഷാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഫ്രൈഡേ ഓൾറെഡി ഒരു ഡെയിലി റിലേഷൻ ബ്ലോഗ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് വരുന്നത് കഴിഞ്ഞിട്ട് ഇന്ന് ഡേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്യാൻഡിലും ആ ഒരു റിലേഷൻ ബ്ലോഗ് എടുത്ത് തന്നെ അതിൻ്റെ പ്രീവിയസ് ഡേ ഫ്രൈഡേ ഹൈയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ക്യാൻഡിൽ. പിന്നെ നോക്കുവാണെങ്കിൽ 4 hourൽ ഈ ഒരു റിജക്ഷൻ ബ്ലോക്കും കൂടി ഓപ്പൺ ചെയ്തപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് ഫസ്റ്റ് 50 മിനിറ്റിൽ 50 കിട്ടണം. 50 മിനിറ്റിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കിട്ടി. അത് കഴിഞ്ഞിട്ട് 1 hour കിട്ടണം, കാരണം ഡെയിലിയിലും കൂടി മിറ്റിഗേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 1 hourലും കിട്ടി. അപ്പോൾ നമുക്ക് എന്തായി, പ്രൈസ് ബെയറിഷാണെന്ന് കൺഫേമായി. എന്നിട്ട് പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് വന്ന് ഒരു IFEG എടുത്ത് വന്നിട്ട് 50 മിനിറ്റിൽ വന്ന് ഇവിടെ നോക്കിയപ്പോൾ റീസെൻ്റ് ലിക്വിഡിറ്റി ഇത് ഓൾറെഡി എടുത്ത് പിന്നെ എടുക്കാനുള്ളത് ഈ ഒരു ഹൈ ആയിരുന്നു. മാർക്കറ്റ് അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് സെല് ചെയ്യാന്നുള്ള ഇതിലെന്ന് വെച്ചാൽ ആദ്യം, പക്ഷെ അങ്ങോട്ടേക്ക് വന്നില്ല. പ്രൈസ് IFEG 50 കിട്ടി. അപ്പം ഞാൻ ഇവിടെ 50 മിനിറ്റിൽ ട്രേഡ് പ്ലേസ് ചെയ്തു. ഇൻസ്റ്റൻറ്റ് TPയും വെച്ച് അത് കഴിഞ്ഞിട്ട് 1 മിനിറ്റിൽ മിറ്റിഗേഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ 1 മിനിറ്റിൽ റിയാക്ഷൻ നോക്കി എൻ്റർ ചെയ്തു. പ്രൈസ് ഒന്ന് TP അടിച്ചു. അത് കഴിഞ്ഞ് താഴത്തേക്ക് പോകുമെന്ന് പറഞ്ഞായിരുന്നു പ്രൈസ്. ഇനിയും പറഞ്ഞ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഇവിടെ ഇപ്പോൾ ഒരു 4 hour FEG ടാപ്പ് ചെയ്തതിൻ്റെ ആ ഒരു റിയാക്ഷനാണ്. ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു റീസൺ, പ്രൈസ് ഓൾറെഡി ആ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ട് 4 hour റിയാക്ഷൻ കണ്ടി താഴത്തോട്ട് നിൽക്കണം. പ്രൈസാണ് താഴത്തെ സെൽ സ്ട്രക്ചർ ഫോം ആയിരിക്കുന്ന പ്രൈസാണ്. അപ്പോൾ പ്രൈസ് ഇവിടെ ഒന്നിന് മേലേക്ക് പോകണമെങ്കിൽ ഒരു ഇത് വേണം, നല്ലൊരു റീസൺ. ലണ്ടൻ ക്ലീൻ ആയിരുന്നു, പക്ഷേ സെല്ലുണ്ടായിരുന്നു, കുഴപ്പമില്ല. പാർട്ട് ഓഫ് ദി ഗെയിം. നോക്കാം. ഇതായിരുന്നു ഇന്നത്തെ ഒരു